ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രൊഫസർ വി.ജി. തമ്പി, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ വിജയകുമാർ മേനോൻ, ഇന്നത്തെ അശീതി പ്രഭാഷണം നിർവഹിക്കുന്ന പ്രൊഫസർ മേനാച്ചേരി മാഷ്, നന്ദി പ്രകാശനം നടത്തുന്ന വിൽസൺ പള്ളിപ്പുറം, പ്രബുദ്ധ സദസ്യരെ, പ്രിയ സംഘാടകരെ, സ്വാഗത പ്രസംഗം എന്ന ഒരു ചെറിയ ചുമതല മാത്രമാണ് എനിക്കുള്ളത്. ഞാനതൊരു 5 മിനിറ്റിനുള്ളിൽ നിർവഹിക്കാമെന്ന് വാക്കുതരുന്നു. കഴിഞ്ഞ മാസം 27-ാം തീയതി കൊടിയേറിയ അശീതി പ്രഭാഷണോത്സവം ഇന്ന് മഹത്തായ 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാമെന്ന് ഏറ്റിട്ടുള്ളത് പ്രശസ്ത കവിയും സാംസ്കാരിക പ്രവർത്തകനും എഴുത്ത് മാസികയുടെ പത്രാധിപരുമായ പ്രൊഫസർ വി.ജി. തമ്പിയാണ്. അദ്ദേഹം കുറച്ച് സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്ത കലാനിരൂപകനും കലാചരിത്രകാരനുമായ ശ്രീ വിജയകുമാർ മേനോൻ അവர்களാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും അർഹനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഈ വിഷയത്തിൽ ലളിതകലയിൽ, ചിത്രകലയിലും ദാരുശില്പങ്ങളിലും ശില്പകലയിലുമെല്ലാം അദ്ദേഹം അവഗാഹം നേടിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ധാരാളം കാറ്റലോഗുകളും അതുപോലെ തന്നെ നിരവധി കനപ്പെട്ട രേഖകളും അദ്ദേഹം ഈ കലാസംബന്ധമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. ഈ വിഷയം അദ്ദേഹത്തിന് കരതല മലകം പോലെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കുക അദ്ദേഹത്തിന് ഒരു വിഷമമുള്ള കാര്യമല്ല. ഈ നോട്ടീസിൽ അദ്ദേഹത്തെ പ്രൊഫസർ എന്നാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ക്ലാസ്സിൽ പ്രൊഫസർ അല്ല, പക്ഷെ ഒരു പ്രൊഫസറേക്കാളും വലിയ വിവരവും ഉള്ള ആളാണ് അദ്ദേഹം. അതിനേക്കാളും വലിയ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ബറോഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കലയിൽ മാസ്റ്റർ ബിരുദം നേടിയ അദ്ദേഹം പല സർവകലാശാലകളിലും വിസിറ്റിംഗ് പ്രൊഫസറായി പ്രഭാഷണം നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പോഴത്ര സജീവമല്ല, ആരോഗ്യ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളിൽ സജീവമല്ല എന്ന് മാത്രമേ ഉള്ളൂ. വടക്കാഞ്ചേരിയിലെ ഒരു ആശ്രമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിവാഹിതനാണ്. അവിടെ ആശ്രമം എന്ന് പറയുമ്പോൾ സന്യാസിമാരാണല്ലോ കൂടുതലുണ്ടാവുക. പക്ഷെ അവിടുത്തെ കാഷായ വസ്ത്രം ധരിക്കാത്ത ഒരു യഥാർത്ഥ സന്യാസിയാണ് ഇദ്ദേഹം എന്ന് ഇദ്ദേഹത്തോട് അടുപ്പമുള്ള പലരും പറയാറുണ്ട്. വ്യക്തിനിഷ്ഠപരമായിട്ട് അത്രയധികം സംശുദ്ധി പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം എല്ലാവരും അദ്ദേഹത്തിന് നൽകിയത്. പിന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഈ അശീതി പ്രഭാഷണം നിർവഹിക്കുന്ന പ്രൊഫസർ ജോർജ് മേനാച്ചേരി മാഷ്, അദ്ദേഹം എനിക്ക് ഗുരുതുല്യനായ ഒരു വ്യക്തിയാണ്. സെന്റ് തോമസ് കോളേജിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അവിടുത്തെ MA വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. അദ്ദേഹം വന്ന് എന്തോ ചില നിർവഹണത്തിന്റെ പേരിൽ ലീവിലോ മറ്റോ ആയിരുന്നൊരു സമയമായിരുന്നു. ഒരു സർവകലാശാല നിർവഹിക്കേണ്ട ചുമതല ഒറ്റയ്ക്ക് തനിച്ച് നിർവഹിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കനപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ വിനയാന്വിതനായ ഒരു മനുഷ്യൻ. ഇത്ര വലിയ പാണ്ഡിത്യമുണ്ടായിട്ടും അതിൻ്റെ ഗർവൊന്നും കാണിക്കാതെ വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും അത് പ്രായഭേദമന്യേ പെരുമാറുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഇവിടെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് ചില പ്രത്യേകതകളുണ്ട്. പവർ പോയിന്റിന്റെ അകമ്പടിയോട് കൂടിയാണ് അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നീണ്ട പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് ചിലപ്പോൾ ബോറടിക്കാറുണ്ട്. ചിലർ ഉറക്കം തൂങ്ങുകയും ചെയ്യും.
പക്ഷെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. നമ്മളെ ഓരോ നിമിഷവും രസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധ ഒരിക്കലും ഒരു നിമിഷം പോലും വ്യതിചലിപ്പിക്കാതെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തക്ക ഒരു പ്രഭാഷണമാണ് അദ്ദേഹം ഇത്രയും ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ അധ്യക്ഷത വഹിക്കാൻ ഏറ്റിരുന്ന പ്രൊഫസർ BG തമ്പിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ നേരത്തെ എത്തിച്ചേർന്ന ശ്രീ വിജയകുമാർ മേനോനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അശീതി പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട പ്രൊഫസർ വേനാച്ചേരി മാഷയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ യോഗത്തിൽ നന്ദി പ്രകാശനം നടത്തുന്ന വിൽസൺ പള്ളിപ്പുറം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതെല്ലാം ഉപരി ഈ യോഗത്തിലൂടെ എത്തിയിരിക്കുന്നത് പ്രബുദ്ധരായിട്ടുള്ള സദസ്യരാണ്. അവരുടെ താല്പര്യത്തോടു കൂടി മിക്കവാറും എല്ലാ ദിവസവും തന്നെ എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്. അത് പ്രൊഫസർ വേനാച്ചേരിയുടെ പ്രഭാഷണത്തിന്റെ വലിയൊരു വിജയത്താണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം. അത് ഈ സ്വാഗതപ്രസത്തിനോട് ബന്ധപ്പെട്ടതല്ല, അല്പം വ്യക്തിപരമാണ്. പ്രൊഫസർ മേനാച്ചേരി മലയാളം സർവകലാശാലയുടെ പൈതൃക സംസ്കാര ബോർഡിന്റെ പഠന ബോർഡിന്റെ ചെയർമാനായിരുന്നു. അന്ന് ഞാനും ഇന്നിവിടെ ഉദ്ഘാടനത്തിനായി വന്നിരിക്കുന്ന പ്രൊഫസർ എന്നറിയാതെ പറഞ്ഞു പോയതാണ്, പ്രൊഫസർ അല്ല അദ്ദേഹം ഞാൻ പറഞ്ഞു, വിജയകുമാർ മേനോനും ഈ പഠന ബോർഡിൽ അംഗങ്ങളായിരുന്നു. എൻ്റെ തൃശ്ശൂരിൽ നിന്ന് തിരൂർ മലയാള സർവകലാശാല വരെ മേനാച്ചേരി മാഷയുടെ കാറിലായിരുന്നു. ഇടയ്ക്ക് വിജയകുമാർ മേനോനും ഉണ്ടാവാറുണ്ട്. അന്ന് ഈ രണ്ട് പണ്ഡിതന്മാരുടെയും സംഭാഷണം ഞാൻ വളരെ താല്പര്യപൂർവ്വമാണ് ശ്രദ്ധിച്ചിരുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിജ്ഞാനപ്രദവും, ഒരേ സമയം വിജ്ഞാനപ്രദവും അതേസമയം നേരമ്പോക്കും ഉള്ളതായിരുന്നു. പിന്നെ ഇതിവിടെ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഈ 3 കൊല്ലത്തിനിടയിലാണ് ഈ 2 വ്യക്തികളെയും ഞാൻ ഇതിനു മുമ്പ് പരിചയമുണ്ടെങ്കിലും കൂടുതലായി അടുത്തറിഞ്ഞത്. അന്ന് എന്നെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് വളരെ വിനയത്തോടു കൂടി പെരുമാറിയിരുന്ന 2 വ്യക്തികളാണ് ഇദ്ദേഹം. ഒരു വ്യക്തി എത്ര തന്നെ ഉന്നതനായാലും, വലിയ കലാകാരനായിക്കൊള്ളട്ടെ, സാഹിത്യകാരനായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വലിയ മഹാപണ്ഡിതനായിക്കൊള്ളട്ടെ, വലിയ പ്രഭാഷകനായിക്കൊള്ളട്ടെ, വിനയം എന്ന ഒരു ഗുണമില്ലെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും മഹാൻ എന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മഹത്വത്തിന്റെ ഒരു അംശവും നമുക്ക് ആ വ്യക്തിയിൽ ദർശിക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് ഇവർ 2 പേരും വളരെ ബഹുമാനത്തിന് ആദരവിന് ഉള്ളവരാണ്. ഈ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചുകൂടി ഒരു വിട്ടുകൂടി എടുത്തത്. ഈ പ്രബുദ്ധമായ സദസ്സിന് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം.